നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും തലയും സംഘവും ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞാൽ പലർക്കും ദഹിക്കുന്നില്ല. പക്ഷേ ക്യാപ്റ്റൻ രുദ്രാജ് ഗെയ്ക്വാദ് ആണെങ്കിലും തല തന്നെയാണ് CSKയുടെ ഐക്കൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ട് MSDയും സംഘവും ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. എതിരാളികൾ LSG ആണ്. ഏക്നാ സ്റ്റേഡിയത്തിൽ ലക്നൌവിലാണ് മത്സരമുള്ളത്, ചെപ്പോക്കിലല്ല. ചെപ്പോക്ക് വിട്ടാൽ CSK എങ്ങനെ എന്നുള്ളതൊരു ചോദ്യമാണ് പലർക്കും. തോൽവികളായിരുന്നു ആദ്യം സംഭവിച്ചത്. പക്ഷെ ഇപ്പോൾ വാങ്കഡയിൽ വിജയിച്ച് വരുന്നുണ്ട് അവർ. LSGയെ സംബന്ധിച്ചിടത്തോളവും വിജയത്തിലേക്ക് അവർക്ക് മടങ്ങി പോവേണ്ടതുണ്ട്. വമ്പൻ തോറ്റു KKRനോട് ഈഡൻ ഗാർഡൻസിൽ പോയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ മടങ്ങി വരവ് അവരും ലക്ഷ്യമിടുന്നു. ഒരു മികച്ച പോരാട്ടവും പ്രകടനവും ഇന്നത്തെ മത്സരത്തിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. ഏതായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളിലേക്ക് ടീമുകൾ പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഭാഗത്ത് മായങ്കി യാദവ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഫുള്ളി ഫിറ്റാണ് എന്ന് ഉറപ്പില്ല. അദ്ദേഹം വരികയാണെങ്കിൽ ഇമ്പാക്റ്റ് പ്ലെയർ റോളിൽ എത്തിയേക്കും എന്നാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ ലൈനപ്പിലേക്ക് ഒന്ന് പോയാൽ ക്വിന്റൻ ഡി കോക്ക്, KL രാഹുൽ, ദീപക് ഹൂഡ, മാർക്കസ് ടോയിനിസ്, നിക്കോളാസ് പൂടൻ, ആയുഷ് ബദോനി, കൃണാൽ പാണ്ഡ്യ, രവി ബിഷ്ണോയി, യാഷ് താക്കൂർ, ഷാമർ അഹമ്മദ്, മോസിൻ ഖാൻ. ഇതാണ് നമ്മൾ അവരുടെ 11 പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് മായങ്കി യാദവോ അല്ലെങ്കിൽ അർഷദ് ഖാനോ, യാദവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വരും. ക്വിന്റൻ ഡി കോക്കിനെ മാറ്റി മായങ്കി യാദവ് ഇറങ്ങും. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ അർഷദ് ഖാൻ ഇറങ്ങാനാണ് സാധ്യത. ഇത് ബൗളിംഗ് സമയത്ത് നേരെ തിരിച്ചുമാവും. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. ഇനി CSKയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം ഡാരിൽ മിച്ചലിനെ അവർ ഇനിയും കളിപ്പിക്കുമോ എന്നുള്ളതാണ്. മൊയിൻ അലിക്ക് വേണ്ടി ഇനി മൊയിൻ അലിയെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നത്. അതേസമയം ചാഹർ ഇപ്പോഴും റിക്കവറിങ് ആണ് എന്നാണ് ഫ്ലെമിംഗ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയും ഇല്ല. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ 12ലേക്ക് പോയാൽ രുദ്രാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര, അജിങ്ക്യ രഹാനെ, ശിവൻ ദ്യൂബെ, ഡാരിൽ മിച്ചൽ ഓർ മൊയിൻ അലി. അവിടെയാണ് ഒരു കൺഫ്യൂഷൻ. ദെൻ രവീന്ദ്ര ജഡേജ, സമീർ റിസ്വി, MSD, ഷാർദുൽ താക്കൂർ, തുഷാർ ദേശ്പാണ്ഡെ, മദീഷ പതിരാന, ദെൻ നമ്പർ 12 മുസ്തഫീസുർ റഹ്മാൻ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ മുസ്തഫീസുർ റഹ്മാനെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് അജിങ്ക്യ രഹാനക്ക് പകരം ഇറക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഇത് പതിരാനയെ വെച്ചും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. ഇനി ഇന്നത്തെ പിച്ചിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ റെഡ് സോയിൽ പിച്ച് ഉപയോഗിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേസ് ആൻഡ് ബൗൺസ് ഉള്ള ഒരു പിച്ചായിരിക്കും. സ്പിന്നർമാർക്ക് വലിയ ഒരു സഹായം പിച്ചിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ അവിടുത്തെ ചൂടിന്റെ കാര്യം 41 ഡിഗ്രി ഒക്കെയാണ് ഹൈ ആയിട്ട് കാണുന്നത്. പക്ഷേ രാത്രി സിഗ്നിഫിക്കൻ്റ്ലി ടെമ്പറേച്ചറിൽ ഡ്രോപ്പ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.